നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയ ബംഗാളി നടി ശ്രീലേഖ മിത്രയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. ശ്രീലേഖ മിത്രയെ ഓഡീഷന് വിളിച്ചിരുന്നു. കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ പരിഗണിച്ചില്ലെന്നും ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും രഞ്ജിത്ത് ടെലിവിഷൻ ചാനലിനോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശ്രീലേഖ മിത്ര ഈ വിഷയം തന്നോട് സംസാരിച്ചതായി ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫ് പ്രതികരിച്ചിരുന്നു. സംഭവം നടന്ന അന്ന് തന്നെ അവർ തന്നെ വിവരമറിയിച്ചു. എവിടെ വേണമെങ്കിലും സാക്ഷ്യം പറയാൻ തയ്യാറെന്നും ജോഷി ജോസഫ് പറഞ്ഞിരുന്നു. 2009-10 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് നടി വെളിപ്പെടുത്തിയത്. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും നടി പറഞ്ഞു. ശ്രീലേഖ മിത്ര പറഞ്ഞത് ഇങ്ങനെ: മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപാണത്. എനിക്കൊരു ഇമെയിലോ ഫോൺ കോളോ വന്നു. കൊച്ചിയിലേക്ക് എത്തിച്ചേരണമെന്നാണ് ആദ്യം പറഞ്ഞത്. മമ്മൂട്ടിയോടൊപ്പം ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാനായിരുന്നു വിളിച്ചത്. ആ സമയത്ത് താൻ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിൽ നിന്നും പുറത്തു കടക്കുക എന്നതും മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുക എന്നതും വലിയ കാര്യമായതിനാലും താൻ തയ്യാറായി. കൊച്ചിയിലെത്തിയ ഞാൻ രാവിലെ തന്നെ സംവിധായകനെ കണ്ടു. രാവിലെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. വസ്ത്രത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും ഡേറ്റിനെ കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളും നടന്നിരുന്നു. ഇവിടെ നിന്നും കൊച്ചിയിലേക്കുള്ള ടിക്കറ്റും നല്ല താമസ സൗകര്യവും അവർ ഒരുക്കിയിരുന്നു. വൈകുന്നേരം എന്നെ വീണ്ടും വിളിച്ചു. നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവർ വരുന്നതിനാൽ പരസ്പരം പരിചയപ്പെടാനാണ് വിളിച്ചത് എന്നാണ് ആദ്യം പറഞ്ഞത്. സംവിധായകൻ ഫോണിലൂടെ ഛായാഗ്രാഹകരുമായി സംസാരിക്കുകയായിരുന്നു. ആദ്യം അദ്ദേഹം എന്റെ വളകളിലൂടെ കൈയോടിച്ചു. ചിലപ്പോൾ വളകൾ കണ്ട കൗതുകം കൊണ്ടാകാം എന്ന് ഞാൻ കരുതി. സംശയത്തിന്റെ ആനുകൂല്യം നൽകുകയായിരുന്നു അയാൾക്ക് ഞാൻ. അപരിചിതരായവർക്കിടയിൽ ഞാൻ നേരിട്ട അനുഭവം എന്നെ വല്ലാണ്ട് അങ്ങ് ഭയപ്പെടുത്തി. എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ മാസ്റ്റർ കീ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്നും ആരെങ്കിലും രാത്രി വന്ന് വാതിലിൽ മുട്ടുമോ എന്നും ഞാൻ ഭയന്നു. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേന്ന് എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചയാളെ വിളിച്ച് ഞാൻ നടന്നതെല്ലാം പറഞ്ഞു. എനിക്ക് റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അവർ പണമൊന്നും തന്നില്ല. സ്വന്തം ചിലവിലാണ് ഞാൻ തിരിച്ചു വന്നത്. കതക് തുറക്കാത്തതിലെ വിരോധം കാരണം സിനിമയിലെ രംഗങ്ങൾ വെട്ടിച്ചുരുക്കി. ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകിയില്ലെന്നും നടി ചൂണ്ടിക്കാട്ടുന്നു. ലൈംഗിക അതിക്രമ ശ്രമവും പ്രതിഫലവും നൽകാത്തതും സൂചിപ്പിച്ച് നടി 2018 താരസംഘടനയായ അമ്മയിൽ പരാതി നൽകി. ഈ സംഭവത്തിനു പുറമെ താൻ അഭിനയിച്ച 2 ചിത്രങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചില്ലെന്നും നടി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആദ്യ സിനിമയിൽ പുതുമുഖമായതിനാൽ അമ്മയെ പരാതിയുമായി സമീപിച്ചപ്പോൾ ഇപ്പോൾ പരാതിയുമായി പോയാൽ കരിയറിനെ ബാധിക്കുമെന്നും അതിനാൽ സിനിമയുമായി സഹകരിക്കാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നും നടി പറയുന്നു. ഇതേ തുടർന്ന് പരാതിയുമായി മുന്നോട്ടു പോയില്ല. അടുത്ത സിനിമയിലും പറഞ്ഞുറപ്പിച്ച പ്രതിഫലം തരാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് ഇടയ്ക്ക് വെച്ച് ഷൂട്ടിങ്ങിന് പോയില്ല. ഇതോടെ ചിത്രീകരണം മുടങ്ങുമെന്നായതോടെ പകുതി പ്രതിഫലം നൽകി. ബാക്കി പണം ഇതുവരെ കിട്ടിയില്ലെന്നും നടി പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടി ഈ മാസം 20-ന് താൻ മുമ്പ് നൽകിയ പരാതിയുടെ കാര്യം ഓർമ്മിപ്പിച്ച് വീണ്ടും കുറിപ്പ് നൽകി. ശക്തരായ നടീനടന്മാർക്ക് വേണ്ടി മാത്രമാണോ അമ്മ സംഘടന നിലകൊള്ളുന്നതെന്നും പരാതിയിൽ നടി ചോദിക്കുന്നു. അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം. കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം. ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണമെന്നും നടി ശ്രീലേഖ മിത്ര പറഞ്ഞു. അകലെ എന്ന സിനിമയിൽ ശ്രീലേഖ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്.